ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വേദയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമിൻ്റെ അച്ഛൻ സംസാരിക്കുകയാണ്. ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയാൽ മതിയാവുള്ളൂ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വീട്ടിൽ കയറി ആൾക്കാർ വന്ന് തല്ലും എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും വേദ ചോദിക്കുകയാണ്, അമ്മേ ഞാനൊരു കാര്യം അമ്മയോട് ചോദിക്കട്ടെ. അല്ല, ഒരു ചെറുപ്പക്കാരൻ വന്ന് അമ്മയോട് സംസാരിച്ചെന്ന് പറഞ്ഞില്ല, ആ ചെറുപ്പക്കാരൻ വിക്രമിൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞായിരുന്നോ? ഇത് കഴിഞ്ഞപ്പോഴേക്കും മോളെ, അത് പിന്നെ ആ കൊച്ചു ചെറുക്കൻ വന്ന് ഞങ്ങളോട് പറഞ്ഞത് വിക്രമിന് എന്തോ ആപത്ത് വരാനായിട്ട് പോവുകയാണ്, സൂക്ഷിക്കണം, അവനെ ഇവിടെ നിന്ന് മാറ്റി നിർത്തണം എന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദിനി അവിടെ സംസാരിക്കുകയാണ്. അത് തന്നെ ഞാൻ പറഞ്ഞത്, ഗ്യാങ് വാറെന്ന്. ആ പറഞ്ഞു തീരേണ്ട താമസം അമ്മയ്ക്കിട്ട് വെട്ടാനായിട്ട് കത്തിയെടുത്തില്ലേ, അത് തന്നെയാണ് പറഞ്ഞത്. വിവരം എന്ന് പറഞ്ഞ സാധനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കയറി പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ വേദയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാഷിനെയാണ്. അപ്പോൾ മാഷ് ഒരു പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുക പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടി. അതായത് സ്വന്തം മകനെതിരെ പരാതി. എൻ്റെ പൊന്നു സാറേ, ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല ഈ മകൻ കാരണം, അതുകൊണ്ട് ഇവനെ സ്റ്റേഷനിൽ എടുക്കണം, ഇവൻ കാരണം മനുഷ്യന് തല ഉയർത്തി നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ആ ഒരു ലെറ്റർ എഴുതുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കമലാമ്മയ്ക്ക് കാല് വയ്യാതെ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് വേദ ചെന്നിട്ട് അമ്മ ഞാൻ കുഴമ്പിട്ട് തിരുമ്മി തരാമെന്ന് പറയുകയാണ്. പക്ഷെ വേദയെ തട്ടി മാറ്റിക്കൊണ്ട് നന്ദിനി വന്നിട്ട് വേണ്ട ഞാൻ ഏതായാലും കാല് അമ്മയ്ക്ക് തിരുമ്മി കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ ഇരുന്ന് കുഴമ്പെടുത്ത് തിരുമുകയാണ്. ആ സമയത്ത് വേദയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ വേദയാണെങ്കിൽ ഇതെന്തിനുള്ള പുറപ്പാടാണാവോ? ഏതായാലും എനിക്കിട്ട് വെക്കുന്ന പണി തന്നെയാണല്ലോ, എനിക്ക് മനസ്സിലായത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദയോടുള്ള അരിശം കൊണ്ട് ഈ നന്ദിനി അമ്മയുടെ കാലിൽ പിടിച്ച് ഒറ്റ അമ്മക്ക്, അയ്യോ എൻ്റെ കാല് വേദനിക്കുന്നേ എന്നും പറഞ്ഞ് അമ്മ അങ്ങോട്ട് കാറുകയാണ്. കണ്ടോ മനഃപൂർവ്വമല്ലേ അമ്മയുടെ കാലിൽ പിടിച്ച് ഇടിക്കുന്നത്. പാവം അമ്മയ്ക്ക് വേദനിച്ചിട്ടുണ്ടാവില്ല നന്ദിനി എടുത്തി. അയ്യോ എൻ്റെ അമ്മയോട് ഞാൻ ദ്രോഹം ചെയ്യാനോ? ഞാനൊരു ദ്രോഹം ചെയ്തില്ല, കണ്ടോ? അപ്പം എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് അമ്മയുടെ കാലിൽ പിടിച്ച് അമർത്തിയത്, അത് ഞാൻ കണ്ടായിരുന്നല്ലോ. അത് പിന്നെ ഞാൻ അറിയാതെ അമർത്തി പോയതാണ്. അത് തന്നെയാണ് പറയുന്നത്. പറ്റാത്ത പണി ചെയ്യരുതെന്ന്. എങ്ങനെയാണ് ഒഴിയുന്നതെന്ന് ഞാൻ നന്ദിനി ഏട്ടത്തേക്ക് കാണിച്ചു തരാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദിനി മറ്റൊരു കാര്യം ആലോചിക്കുക. കാരണം ഒരു പ്രാവശ്യം നമ്മുടെ നന്ദിനിയുടെ മുതുകിന് പിടിച്ച ആ ഒരു അമർത്തിയ ആ കാര്യം അതറിഞ്ഞ് നമ്മുടെ നന്ദിനിയാണെങ്കിൽ അയ്യോ വേണ്ടായേ, എങ്കിൽ പിന്നെ എണീക്ക് നന്ദിനി എടുത്തി, ഇതെല്ലാം ഞാൻ ചെയ്തോളാം, എണീറ്റ് പോ. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ കമലാമ്മയുടെ ആ കാലം അങ്ങോട്ട് തിരുമ്മി കൊടുക്കുകയാണ്. അപ്പോഴാണ് ശ്രീജ വരുന്നത്, അമ്മ ഞാൻ ഈ കുറച്ച് അരി പൊടിപ്പിച്ചിട്ട് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും നന്ദിനിയാണെങ്കിൽ എങ്കിൽ പിന്നെ ഞാനും വരാം ശ്രീജ എടുത്തി, ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നു, നമുക്കത് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ കമലാമ്മയാണെങ്കിൽ അയ്യോ അങ്ങനെ ഒരു സാധനം, എന്നാലും അതൊന്നും പറയുന്ന കാര്യമൊക്കെ നിൽക്കണ്ട കേട്ടോ വേദ. ഞാൻ അതിന് നന്ദിനി എടുത്ത് പറയുന്ന കാര്യങ്ങളൊന്നും കാര്യമൊക്കെ നിൽക്കുന്നില്ല, കുറച്ച് കുശുമ്പും കുന്നായ്മയും ഒക്കെ കൂടി ചേർത്ത് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നു, അത്രേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എന്നൊക്കെ എന്നെ സംസാരിക്കുക. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാഷ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ മാഷ് അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, ഞാൻ ഏതായാലും മോനെതിരെ പരാതി കൊടുക്കാനായിട്ട് പോവുകയാണെന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പരാതിയോ? എന്ത് പരാതി? അതെ, അവനെതിരെയുള്ളൊരു പരാതിയാണ്. നമുക്കിവിടെ ജീവിക്കേണ്ട കമലേ, ജീവിച്ച് മുന്നോട്ട് പോകണ്ടേ, അതിന് വേണ്ടിയുള്ള പരാതിയാണെന്നൊക്കെ പറയുകയാണ് മാഷ്. എന്താ മാഷ് കാണിക്കുന്നത്? അവനെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാല സ്ഥിതി. അവനെ പോലീസുകാർ വെറുതെ വിടോ? ഇല്ലല്ലോ. അവൻ അകത്ത് കിടക്കട്ടെ. ഈ പുറത്ത് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവൻ ആരെങ്കിലും തല്ലിക്കൊല്ലും, അവൻ്റെ ശവമായിരിക്കും പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മാഷേ, എന്തൊക്കെയാണ് മാഷേ ഈ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഏതായാലും തീരുമാനിച്ചു കമലേ, ഞാൻ ഈ പരാതിയും കൊണ്ട് പോകാൻ പോവുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദയാണെങ്കിൽ അച്ഛാ മാഷ് ഇങ്ങനെ ഈ പരാതിയും കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടപ്പിലാകാത്ത കാര്യമാണ്. കാരണം വിക്രമിനെതിരെ ഒരു പരാതി പോലും പോലീസ് സ്റ്റേഷനിലില്ല. അതുകൊണ്ട് തന്നെയാണ് അന്ന് ആ ഒരു കള്ള കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴേ എനിക്ക് നിഷ്പ്രയാസമായിട്ട് പുറത്തിറക്കാനായിട്ട് സാധിച്ചത്. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനായ ജഡ്ജി പോലും വിക്രമിനെ വെറുതെ വിട്ടത്. അല്ലെങ്കിൽ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ച് നോക്ക്, വിക്രമിനെതിരെ ഒരു കേസുമില്ല. അന്ന് ഏതോ ഒരു ഹെൽമെറ്റ് വെക്കാത്ത കാര്യത്തിന് മാത്രം ഒരു പെറ്റി കേസ്, അത്രേ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു കേസും വിക്രമിൻ്റെ ഭാഗത്തുനിന്നില്ല മാഷേ എന്നിവിടെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ ഈ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. ഇടപെടുമല്ലോ, കാരണം ഇതെൻ്റെ ഭർത്താവിൻ്റെ കാര്യമല്ലേ. അപ്പോൾ ഭർത്താവിൻ്റെ കാര്യമാകുമ്പോൾ ഭാര്യ ഇടപെടണമല്ലോ. ഇനി മാഷ് അഥവാ
ഈ കേസും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കവിടെ ഇത് കള്ളപ്പരാതിയാണെന്നും പറഞ്ഞുകൊണ്ട് വാദിക്കേണ്ടി വരും. ഇതിട്ട് നീ തന്നെ വാദം പഠിപ്പിക്കുകയാണോ? ഇവിടെ സാറെന്നോ കുട്ടിയെന്നോ അമ്മയെന്നോ അച്ഛനെന്നോ ഇല്ല. നിയമം എല്ലാവർക്കും നിയമം ഒരേപോലെ തന്നെയാണ് മാഷേ. അതൊന്നും മാഷ് ചിന്തിച്ചാൽ കൊള്ളാം. പിന്നെ വിക്രമിനെ ഞാൻ പുറത്തിറക്കും. വിക്രമിനെ ജയിലിട്ട് കഴിഞ്ഞാൽ അവർ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. വിക്രമിനെ അവരെ ഉപദ്രവിക്കും. പല പ്രാവശ്യവും വിക്രം ജയിലിൽ കിടക്കുമ്പോഴും അങ്ങനെയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതും മാഷിന് കറക്റ്റായിട്ട് തന്നെ അറിയാമല്ലോ. ഇത് കേട്ട മാഷിനൊക്കെ കാലി വരികയാണ്. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല കമലെ, ഒരു പരാതിയും കൊടുക്കുന്നില്ല, ഞാൻ പരാതി പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലെറ്റർ കീറിപ്പറിച്ച് കളയുകയാണ്. പക്ഷേ കമല, നീ ഒരു കാര്യം ചിന്തിച്ചോ? നീ ചെവിയും കണ്ണും ഓർത്തിരുന്നോ? നിന്റെ മകനെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാൻ വേണ്ടി എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇനി മനസ്സെല്ലാം അതിനു വേണ്ടി ഒരുക്കി വെച്ചോ കമലെ എന്നും പറഞ്ഞുകൊണ്ട് ഈ അച്ഛൻ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ കമലയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ, എൻ്റെ ദൈവം എൻ്റെ മോനൊരു ആപത്തും വരുത്തല്ലേ എന്ന്. അപ്പോൾ വേദ വന്നിട്ട് പറയുകയാണ്, അമ്മ പേടിക്കണ്ട, അങ്ങനെ വിക്രമിനൊന്നും വരില്ല, ഞാനല്ലേ പറയുന്നത്, ഞാൻ എപ്പോഴും വിക്രമിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നൊരു സംസാരിക്കാം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തെയാണ്. അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സുകളെല്ലാം ഇങ്ങനെ ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വിക്രം എന്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നമ്മുടെ ശ്രീകുട്ടൻ ചോദിക്കുകയാണ്, അല്ല വിക്രമ, എന്തായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അവനെ ചിന്തിക്കാനല്ലേ നേരമുള്ളൂ. കാരണം അവനിപ്പോൾ അവൻ്റെ കൂടെ ചേർന്ന പെണ്ണിനിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവളുടെ സ്നേഹം മനസ്സിലാക്കാൻ ഇവൾക്ക് കഴിയില്ല. എടാ, നല്ലൊരു പെൺകൊച്ചിനല്ലേടാ നിനക്ക് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് അവളുടെ സ്നേഹം എന്താ മനസ്സിലാക്കുക? നീ അവളെ സ്നേഹിക്കണം. ആര്? അവളെയോ? ആ വേതാളത്തെയാ? എന്താടാ നീ വേതാളത്തെക്കുറിച്ച് പറയുന്നത്? എടാ, വേതാളത്തിൻ്റെ സ്വഭാവമായിരുന്നു അവൾക്കെങ്കിലേ അവൾ നിന്നെ ഒരു കാരണവശാലും രക്ഷിക്കില്ലായിരുന്നു. എല്ലാ ആപത്തുകളിൽ നിന്നും അവൾ നിന്നെ രക്ഷിച്ചിട്ടല്ലേ ഉള്ളടാ. അല്ലെങ്കിൽ കാണായിരുന്നു. അന്ന് അവളുടെ അച്ഛൻ തന്നെ നിനക്കെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നിന്നെ രക്ഷിച്ചവളാണ് അവൾ. ആ മനസ്സ് നീ കാണണം വിക്രമ, അല്ലാതെ നീ മുന്നോട്ട് പോകില്ല. ഒന്നും മിണ്ടാതിരിക്കേട്ടാ. നിങ്ങൾക്കിപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, അവളെ സപ്പോർട്ട് ചെയ്യണം. ഈ വേതാളത്തിൻ്റെ വേദവാക്യം എന്നോട് പറഞ്ഞുകൊണ്ട് വരരുത്. പിന്നെ ആരോടാടാ പറഞ്ഞോട് ചെല്ലേണ്ടത്? എടാ, ദൈവഭാഗ്യമായിട്ടാടാ അങ്ങനൊരു പെങ്കൊച്ചിനെ നിനക്ക് കിട്ടിയത്. അല്ലാതെ ഈ വേലയും കൂലിയും ഇല്ലാതെ ഗുണ്ടായിസം കാണിച്ചെടുക്കുന്ന നിനക്കൊക്കെ ഇതേപോലൊരു നല്ലൊരു പെൺകുട്ടിയെ കിട്ടുവാടാ. ഇതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് നീ കരുതി കൂട്ടണം. അതിനെ ഇനിയെങ്കിലും ഇങ്ങനെ വേദനിപ്പിക്കരുത്. നീ പശ്ചാത്തപിക്കണോട് ഇത് കഴിഞ്ഞപ്പോഴേക്കും. അതിനുവേണ്ടി ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? സ്നേഹിക്കണം, അവളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കണം, അതാണ് വേണ്ടത്. അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ചേട്ടാ. കാരണം അവളുടെ മനസ്സിലിരിപ്പ് വേറെയാണ്. അവൾ എൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയല്ല കയറി വന്നിരിക്കുന്നത്. അതാ വന്ന സമയത്ത് തന്നെ അവൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഇവരോട് തുറന്നടിക്കുകയാണ് വിക്രം. നീ ഒന്ന് പോയി തരാവോ? എനിക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയതാണ്, അതിനെന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം. ഞാൻ അറിയാതെയാണ് നിൻ്റെ കഴുത്തിൽ താലി കെട്ടിപ്പോയത്, ഒന്ന് പോകാവോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അങ്ങനെ നമ്മൾ തമ്മിലുള്ള റിലേഷൻ കട്ട് ചെയ്യാനായിട്ട് പറ്റുമോ വിക്രം? പറ്റില്ല. കാരണം ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ജീവിതാവസാനം വരെ നിങ്ങളുടെ ജീവിതം നരകമായിരിക്കും എന്ന് വേദ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഈ വിക്രം ഇവരോട് പറയാണ്. എടാ, എന്നിട്ട് എന്താ? എന്നിട്ട് അവൾ അതേപോലെ വല്ലതും പ്രവർത്തിച്ചോ? ഇല്ലല്ലോ. അവൾ നല്ല രീതിയിൽ തന്നെയല്ലേ പ്രവർത്തിച്ചത്. എടാ, നിന്നെ രക്ഷിക്കാൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ. അവളുടെ മനസ്സിൽ മുഴുവനും സ്നേഹമാണ്, നിന്നോടുള്ള സ്നേഹം മാത്രം. അതുകൊണ്ടാടാ നിന്നെ രക്ഷിക്കാനായിട്ട് മുൻകൈ എടുത്ത് അവൾ ഇറങ്ങുന്നത്. ആ കാര്യം എന്തുകൊണ്ട് നീ മനസ്സിലാക്കുന്നില്ല എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിക്രമിൻ്റെ മനസ്സിന് ചെറിയൊരു ഇളക്കമൊക്കെ തട്ടുകയാണ്. അങ്ങനെ വിക്രം ബൈക്ക് എടുത്തോട്ട് നേരെ റോഡിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മുടെ വേദയെക്കുറിച്ചുള്ള ചിന്തകളാണ് വിക്രത്തിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കൂടി കടന്നു വരുന്നത്. ആദ്യമായിട്ട് കണ്ടതും പിന്നീട് ബൈക്കിൽ കയറിയതും വിക്രമിൻ്റെ കൈകളിലേക്ക് വേദ വീണതും അങ്ങനെതായ കുറേ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ബൈക്ക് ഓടിച്ചുകൊണ്ട് വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ രാധയുടെ ഓട്ടോറിക്ഷയുടെ മുന്നിൽ ചെന്ന് ഇങ്ങനെ ബ്രേക്ക് ഇട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രാധ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാണ്. വിക്രം, നീ എന്ത് ഭാവിച്ചാണ്? നീ എന്തെങ്കിലും ആലോചിച്ച് നടക്കുന്നു? നീ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയുന്നില്ലേ? എന്തരാതെ, നിനക്ക് വേറൊരു പണിയില്ലേ? നീ നിൻ്റെ പാട് നോക്കി പോരാതെ. അതല്ല വിക്രം, ഞാൻ പറയുന്നൊന്ന് നീ കേൾക്കണം. കാരണം നാട്ടിൽ മുഴുവൻ ഇപ്പോൾ അതാണ് പാട്ട്. നീ പോലീസിൻ്റെ അടുത്ത് അടിപിടിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നീ അതൊക്കെ വിട്. അതൊന്നും നിന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല. എന്നെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഇപ്പം നാട്ടിൽ മുഴുവൻ അത് പാട്ടായിട്ടിരിക്കുകയാണ്. എന്ത് പാട്ട്?
നാട്ടിൽ മുഴുവൻ എന്തു പാട്ടായി? നീ ആരെ തല്ലിയെന്നോ ഇപ്പോൾ ആ പോലീസുകാർ പണി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് എന്താ സംഭവിച്ചതെന്നറിയാമോ? നിന്റെ അച്ഛനും അമ്മയും അവിടെ നിൽക്കുമ്പോഴേ ദേ അവരെ ആക്രമിക്കാനായിട്ട് ചെന്ന് കുറേ ഗുണ്ടകൾ. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിക്രമിന് വന്ന ആരിശം. വിക്രം അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ഒറ്റ പോക്ക്. അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സി അഗൈൻ. ബൈ.